ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട റെഫറൻസുകൾ ഒന്ന്, ആന്ത്രോപോളജിക്കൽ ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ചു വന്ന ലക്ഷദ്വീപിന്റെ ഒരു കേസ് സ്റ്റഡിയും 2019 ലക്ഷദ്വീപ് നിവാസികളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള DNA അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ജനിതക പഠനത്തിന്റെ റിപ്പോർട്ടുമാണ്. രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ കൊച്ചിയിൽ നിന്നും ഏകദേശം 287 കിലോമീറ്റർ കടൽ മാർഗത്തിലൂടെ സഞ്ചരിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു ദ്വീപിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും, കൽപ്പേനി ദ്വീപ്. ആ ദ്വീപിൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും അതിപുരാതന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ അവശേഷിപ്പുകൾ നമുക്ക് കണ്ടെടുക്കാൻ സാധ്യമായി. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിലൂടെ അത് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവശേഷിപ്പുകളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് 1500 BC-യിൽ അവിടെ മനുഷ്യരുടെ വാസമുണ്ടായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് ഏറ്റവും കുറഞ്ഞത് 3500 വർഷത്തെ പഴക്കമെങ്കിലും ലക്ഷദ്വീപിലെ മനുഷ്യവാസത്തിനുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ 3000 വർഷത്തെ അല്ലെങ്കിൽ 3500 വർഷത്തെ ലക്ഷദ്വീപിന്റെ ചരിത്രമാണ്. അതിനോടൊപ്പം തന്നെ അവരുടെ ജനിതക പഠനമാണ്. അവരുടെ ജീനിൽ അടങ്ങിയിരിക്കുന്നത് ആരുടെ അവശേഷിപ്പുകളാണ്? മലയാളികളുടെ ആണോ, നോർത്ത് ഇന്ത്യൻസിന്റെ ആണോ, അറബികളുടെ ആണോ, യൂറോപ്യൻസിന്റെ ആണോ, ശ്രീലങ്കയിലുള്ള ആളുകളുടെ ആണോ, ഇനി മറ്റേതെങ്കിലും പ്രദേശത്ത് നിന്ന് വന്നു ചേർന്ന ആളുകളാണോ അവർ? വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് 1 മിനിറ്റ് സമയം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി 100 ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടന്റ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കണോ? 20 അക്കമോ അല്ലെങ്കിൽ 40 അക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ? ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് 25 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. ലക്ഷദ്വീപ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ലക്ഷക്കണക്കിന് ദ്വീപുകളുടെ സാന്നിധ്യമാണ്. പക്ഷേ അവിടെ ലക്ഷക്കണക്കിന് ദ്വീപുകളൊന്നുമില്ല. അവിടെ കൃത്യം 36 ദ്വീപുകളാണ് ചിന്നിച്ചിതറി കിടക്കുന്നത്. അതിന് ഏറ്റവും അരികിലുള്ള സംസ്ഥാനം അത് നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളമാണ്. മലയാളം സംസാരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുള്ള 2 സ്ഥലങ്ങൾ മാത്രമേ ഈ ഭൂഗോളത്തിലുള്ളൂ. അതിലൊന്ന് കേരളം എന്ന സംസ്ഥാനവും മറ്റൊന്ന് ലക്ഷദ്വീപ് എന്ന യൂണിയൻ ടെറിട്ടറിയുമാണ്. 36 ദ്വീപുകൾ ഉണ്ടെങ്കിലും അതിൽ 10 ദ്വീപുകളിൽ മാത്രമാണ് മനുഷ്യവാസമുള്ളത്. ഈ 36 ദ്വീപുകളെ നമുക്ക് 3 സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതിലെ 2 ഗ്രൂപ്പുകൾ വരുന്നത് ഉത്തരഭാഗത്തായിട്ടാണ്, അമൻദീവി ദ്വീപുകളും ലക്കദ്വീപി ദ്വീപുകളും. ദക്ഷിണ ഭാഗത്തായിട്ടാണ് മിനിക്കോയ് വരുന്നത്. 2011 സെൻസസ് അനുസരിച്ച് 64,473 മനുഷ്യരാണ് ലക്ഷദ്വീപിൽ ജീവിക്കുന്നത്. അതിൻ്റെ മൊത്തം ഏരിയ വെറും 32 ചതുരശ്ര കിലോമീറ്റർ മാത്രം. ഒരൊറ്റ ദ്വീപിന്റെ അല്ല, അവിടെയുള്ള സകല ദ്വീപുകളുടെയും ഏരിയ കൂട്ടിയതിനു ശേഷം കിട്ടിയ സംഖ്യയാണിത്. തലസ്ഥാന നഗരം കവരത്തിയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ യൂറോപ്യൻസിന് ഇങ്ങനെയുള്ള ദ്വീപുകളെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു. അതിന്റെ തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആദ്യകാല ലക്ഷദ്വീപ് നിവാസികളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം മത്സ്യബന്ധനമായിരുന്നു. അതിനു പുറമെ ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ അവർ നടത്തിയിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ വളരെ കുറഞ്ഞ ജനസംഖ്യ മാത്രമായിരുന്നു ഓരോ ദ്വീപിലും ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നോ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതികളൊക്കെ എപ്രകാരമായിരുന്നെന്നോ ഒരു ചരിത്ര രേഖകളിലും പരാമർശിച്ചിട്ടില്ല. ആർക്കിയോളജിക്കലായിട്ടുള്ള പഠനങ്ങളും വളരെയധികം ശുഷ്കമാണ്. മിത്തോളജി പരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന മിത്തോളജി അത് ബുദ്ധിസ്റ്റ് മിത്തോളജിയാണ്. ബുദ്ധിസ്റ്റ് ജാതക കഥകളിൽ ഈ ദ്വീപുകളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഏകദേശം
മൂന്നാം സെഞ്ചുറി സിയിൽ അല്ലെങ്കിൽ 3-ാം സെഞ്ചുറി AD ഈ ബുദ്ധിസ്റ്റ് ജാതക കഥകൾ രചിച്ചിട്ടുണ്ടാവുക. 2019 AK ശർമ്മ പ്രസിദ്ധീകരിച്ച ശാസ്ത്ര പ്രബന്ധത്തിലൂടെ ഇവിടെ ആദ്യമായിട്ട് ബുദ്ധമതം കൊണ്ടുവന്നത് സാക്ഷാൽ അശോക ചക്രവർത്തിയുടെ മകളായിട്ടുള്ള സംഘമിത്രയാണ്. സംഘമിത്ര നേരിട്ട് ഈ ലക്ഷദ്വീപുകളിൽ ഏതെങ്കിലും ദ്വീപുകളിൽ എത്തിച്ചേരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നും ഈ പ്രബന്ധത്തിൽ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. സംഘമിത്രയും സംഘവും അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ മനുഷ്യരുണ്ടായിരുന്നു. അത് പ്രാചീനമായിട്ടുള്ള മനുഷ്യരാണ്. സംഘമിത്രയൊക്കെയാണ് അവരെ പിന്നീട് ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ചില ചരിത്രകാരന്മാർ പറയുന്നത് സംഘം ലിറ്ററേച്ചറായ പതിരുപ്പാട്ടിൽ പറയുന്ന ദ്വീപുകൾ അത് ലക്ഷദ്വീപുകളുടെ ഭാഗമായിട്ടുള്ള ദ്വീപുകളാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ബുദ്ധമതം വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ചേര രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും 3-ാം സെഞ്ചുറി BC മുതൽ 3-ാം സെഞ്ചുറി CE അല്ലെങ്കിൽ 3-ാം സെഞ്ചുറി AD വരെയുള്ള 600 വർഷ കാലയളവിൽ ചേര രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരിക്കണം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന യൂറോപ്യൻസിന്റെ ഭൂപടത്തിൽ പോലും ലക്ഷദ്വീപിലെ ചെറു ദ്വീപുകൾക്ക് സ്ഥാനമുണ്ടായിരുന്നു. ആ തെളിവുകൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് 1st സെഞ്ചുറി AD പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പെറിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിലെ പരാമർശം അനുസരിച്ച് വർഷങ്ങൾക്ക് മുൻപ് ലക്ഷദ്വീപിന്റെ കരകളിൽ ധാരാളമായി ടർട്ടിലുകളുടെ ഷെല്ലുകൾ കാണാൻ സാധിക്കുമായിരുന്നു. അതിൽ നിന്നും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ആ കാലഘട്ടത്തിലെ ലക്ഷദ്വീപ് നിവാസികൾ ടർട്ടിലുകളെ വേട്ടയാടി ഭക്ഷിച്ചിരുന്നുവെന്നാണ്. 2-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഗ്രീക്ക് ചരിത്രകാരനായിരുന്ന ടോളമി ലക്ഷദ്വീപിലെ പല ദ്വീപുകളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പരാമർശം അനുസരിച്ച് ഇന്നത്തെ ശ്രീലങ്കയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 1378 ചെറു ദ്വീപുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ശ്രീലങ്കയെ പരാമർശിച്ചിരിക്കുന്നത് ടപ്രബാൻ എന്ന പേരിലാണ്. കൂടാതെ അതിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന കനാതാര എന്ന ഒരു ദ്വീപിനെ കുറിച്ചുള്ള പരാമർശവുമുണ്ട്. ഈ കനാതാര ആയിരിക്കണം പിന്നീട് കവരത്തി ദ്വീപായത്. അരിഗിഡിയോൺ ഉണ്ട്, അരിഗിലിയോൺ അഗാഡി ആയിരിക്കും. അമ്മൈൻ ഉണ്ട്, അത് അമിനി ദ്വീപായിരിക്കാം. മൊനാച്ചെ എന്നൊരു പരാമർശമുണ്ട്, അത് മിനിക്കോയ് ദ്വീപാകാനാണ് സാധ്യത. ചരിത്രരേഖകളിലൂടെ ഇത് പിന്നീട് റോമാക്കാരുടെ ഒരു ട്രേഡ് റൂട്ടായി മാറിയതായും നമുക്ക് മനസ്സിലാക്കാം. ഈ ഭൂഭാഗത്തൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് സഞ്ചാരികളുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ട്രാവലറായ മാർസെലീനിയസ് എത്തിച്ചേർന്നിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ മാക്സിയൻ, 6-ാം നൂറ്റാണ്ടിൽ കോസ്മസ് ഇതുവഴി കടന്നുപോയിട്ടുള്ള ആളുകളാണ്. ലക്ഷദ്വീപിലെ ഈ കാലഘട്ടത്തിലെ ദ്വീപ് നിവാസികൾ വിശ്വസിക്കുന്ന ഒരു മിത്തോളജി നിലവിലുണ്ട്. അതൊരു മിത്തോളജി ആയിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ചരിത്ര രേഖകളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. നിങ്ങളുടെ പക്കൽ അത്തരത്തിലുള്ള ചരിത്ര രേഖകൾ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ മിത്തോളജി അനുസരിച്ച് ഏകദേശം 7-ാം നൂറ്റാണ്ടിൽ ചേരമൻ പെരുമാൾ ലക്ഷദ്വീപ് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം മുസ്ലിം മതം സ്വീകരിച്ചതിന് ശേഷമാണ് ഈ പ്രദേശം സന്ദർശിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം വേറെയും ഒരുപാട് മുസ്ലിംസ് ഉണ്ടായിരുന്നു. ആ മുസ്ലിംസിന്റെ പിന്തുടർച്ചക്കാരാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലക്ഷദ്വീപിൽ കാണാൻ സാധിക്കുന്നതെന്നാണ് ലക്ഷദ്വീപ് നിവാസികൾ വിശ്വസിക്കുന്നത്. ഇസ്ലാം മതം ആദ്യമായി ലക്ഷദ്വീപിൽ എത്തിച്ചേർന്നത് 661 CE ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസം അനുസരിച്ച് മെദീനയിൽ നിന്നും എത്തിച്ചേർന്ന ഉബൈദുള്ള എന്ന വ്യക്തിയാണ് ഇവിടെ മുസ്ലിം മതം പ്രചരിപ്പിച്ചത്. അന്ത്രോത്ത് ദ്വീപിൽ അദ്ദേഹത്തിന്റെ ശവകുടീരം ഉള്ളതായും ഇവർ വിശ്വസിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെളിവുകളും എനിക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് അത് ചരിത്രമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ പക്കൽ അത്തരത്തിലുള്ള ചരിത്ര രേഖകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തിയ വയലൂർ ശിലാലിഖിതങ്ങളിൽ നിന്നും 7-ാം നൂറ്റാണ്ടിൽ അതിശക്തമായിട്ടുള്ള ഒരു നാവിക യുദ്ധം ലക്ഷദ്വീപിൽ നടന്നതായിട്ട് പരാമർശിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ പ്രദേശം അടക്കി ഭരിച്ചിരുന്നത് നരസിംഹവർമ്മൻ രണ്ടാമനാണ്. ഈ യുദ്ധത്തെ തുടർന്നാണ് പല്ലവന്മാർ ഈ പ്രദേശം കീഴടക്കുന്നത്. ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ കടമ്പന്മാർ 10-ാം നൂറ്റാണ്ടിൽ കവരത്തി ദ്വീപ് പിടിച്ചടക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1018-19 കാലയളവിൽ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ഈ പ്രദേശം കീഴടക്കിയതായിട്ട് പറയുന്നു. തഞ്ചാവൂർ ശിലാലിഖിതങ്ങളിൽ നിന്നാണ് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. പിന്നീട് കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞ് 12-ാം നൂറ്റാണ്ടിലാണ് കോലത്തുനാട് ഭരിച്ചിരുന്ന കോലത്തിരി ഈ പ്രദേശങ്ങൾ കീഴടക്കുന്നത്. കോലത്തുനാട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ണൂർ മേഖലകളിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജ്യഭരണമാണ്.
13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലുമൊക്കെ രചിക്കപ്പെട്ടിരുന്ന മാർക്കോ പോളോയുടെയും ഇബൻ ബത്തൂത്തയുടെയും ഒക്കെ ചരിത്ര രേഖകളിൽ അല്ലെങ്കിൽ അവരുടെ ട്രാവലോഗിൽ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. ബാഹ്യമായിട്ടുള്ള ഒരു യൂറോപ്യൻ ശക്തിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. പോർച്ചുഗീസുകാർ ഈ പ്രദേശം കീഴടക്കി. അവർ പ്രധാനമായിട്ടും ഈ പ്രദേശം കീഴടക്കുന്നത് കയർ മേഖല സ്വന്തമാക്കാൻ വേണ്ടിയാണ്. ആ കാലഘട്ടങ്ങളിൽ കയർ വ്യവസായം വലിയ രീതിയിൽ തന്നെ ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്നു. അത് ചൂഷണം ചെയ്യുന്നത് പോർച്ചുഗീസുകാരാണ്. പിന്നീട് 1545-ൽ ലക്ഷദ്വീപ് നിവാസികൾ കൂട്ടം ചേർന്ന് ഒരു വലിയ റവല്യൂഷന് തുടക്കം കുറിച്ചു. പക്ഷേ ശക്തമായിട്ടുള്ള പോർച്ചുഗീസിനെ അതിജീവിക്കാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. പോർച്ചുഗീസ് സേന വളരെ അനായാസമായിട്ട് തന്നെ അവരെ കീഴ്പ്പെടുത്തി. ഏകദേശം 100 വർഷ കാലയളവിൽ ദ്വീപ് നിവാസികൾക്ക് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. വലിയ രീതിയിലുള്ള ചൂഷണങ്ങളാണ് ആ കാലഘട്ടത്തിൽ അരങ്ങേറിയത്. അവർ പല ഘട്ടങ്ങളിലും അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് റവല്യൂഷനുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. കാരണം പോർച്ചുഗീസ് അത്രയും ശക്തമാണ്. ദ്വീപ് നിവാസികൾ കുറെ കൂടി പ്രാചീനരായിട്ടുള്ള മനുഷ്യരുമായിരുന്നു. പോർച്ചുഗീസുകാരെ ഒഴിവാക്കാൻ ഇവരുടെ പക്കൽ ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ: യുദ്ധം ചെയ്യുക, മറ്റൊരു ബാഹ്യ ശക്തിയുടെ സഹായത്താൽ. അങ്ങനെയാണ് ഒരു മെസ്സഞ്ചറിന്റെ സഹായത്താൽ അവർ കോലത്തിരിക്ക് ഒരു സന്ദേശം അയക്കുന്നത്: താങ്കൾ ഒരു വലിയ സേനയെ ഇവിടേക്ക് അയക്കുക. ഇവിടെയുള്ള പോർച്ചുഗീസുകാരെ തുരത്തി വിടുകയാണെങ്കിൽ ഈ നാട് മുഴുവനും നിങ്ങൾക്ക് സ്വന്തം. അതിന് ഒരു സമ്പ്രദായത്തിന്റെ പേര് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ജാഗിർ എന്നാണ് ആ സമ്പ്രദായത്തിന്റെ പേര്. ജാഗിർ എന്ന് പറഞ്ഞാൽ അവരുടെ ലാൻഡ് മുഴുവനും പൂർണ്ണമായിട്ട് കോലത്തിരിക്ക് കൊടുക്കുന്ന ഒരു ഇടപാടാണ്. പക്ഷേ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ കോലത്തിരിയുടെ നാട്ടിൽ തന്നെ സ്ഥാനമില്ലാതെയായി. സാമൂതിരി അതിശക്തനായിട്ട് വളർന്നു. ആ സാമൂതിരിയെ ശക്തനാക്കിയത് അറബികളായിരുന്നു. അറബികളുടെ സഹായത്താൽ സാമൂതിരിയുടെ പട വലിയൊരു പടയായി മാറുകയും മലബാർ മേഖലകളൊക്കെ കീഴടക്കുകയും ചെയ്തു. എന്നാൽ അതിനും അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. സാമൂതിരിയെ കീഴടക്കാൻ ഹൈദരാലിക്ക് സാധ്യമായി. പിന്നീട് ഹൈദരാലിക്ക് ശേഷം വന്ന ടിപ്പു സുൽത്താനും ഈ പ്രദേശങ്ങളൊക്കെ ഭരിച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിലാണ് ഈ മൈസൂർ പടയ്ക്ക് ലക്ഷദ്വീപിൽ സ്ഥാനമുറപ്പിക്കാൻ സാധിച്ചത്. വർഷം 1787 അമിൻഡീവി ദ്വീപാണ് ടിപ്പു സുൽത്താൻ കീഴടക്കുന്നത്. എന്നാൽ പിന്നീട് ഈ ടിപ്പു സുൽത്താനെ തകർക്കാൻ ബ്രിട്ടീഷ് സേനയ്ക്ക് സാധ്യമായി. ബ്രിട്ടീഷ് സേന ടിപ്പു സുൽത്താനെ കീഴടക്കിയതോടുകൂടി 1799 അമിൻഡീവി ദ്വീപ് ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായി. പക്ഷേ ബാക്കിയുള്ള ദ്വീപുകളൊന്നും ആ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നില്ല. അത് പൂർണ്ണമായിട്ടും അറക്കൽ കുടുംബത്തിന്റെ സ്വന്തമായിരുന്നു. അറക്കൽ കുടുംബം എന്ന് പറയുന്നത് ഉത്തര മലബാർ മേഖലകളിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യ ഭരണം തന്നെയാണ്. ഒരു മുസ്ലിം രാജ്യ ഭരണമാണ്. അറക്കൽ ബീവിയാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവ്. ടിപ്പു സുൽത്താനും അറക്കൽ കുടുംബത്തിനും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട്. ടിപ്പു സുൽത്താന്റെ മകൻ അറക്കൽ കുടുംബത്തിലെ ഒരു രാജകുമാരിയെ വിവാഹം ചെയ്തതാണ്. ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തെക്കുറിച്ച് വിവരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പരാമർശിച്ചിരുന്നു. പക്ഷെ അന്ന് ആ വീഡിയോയുടെ താഴെ പല ആളുകളും അക്കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഞാൻ വെറുതെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഓരോ കഥകൾ ഉണ്ടാക്കിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം എനിക്ക് കിട്ടിയ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീധര മേനോന്റെ ചരിത്ര പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ വീഡിയോ പൂർണ്ണമായിട്ടും ഞാൻ ചെയ്തിരുന്നത്. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിരുന്നു. വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കീഴിലും ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി ആ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന ചരിത്ര രേഖകൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ഞാനത് പരിശോധിക്കാം. കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ടിപ്പു സുൽത്താനും അറക്കൽ കുടുംബവും തമ്മിലുള്ള ബന്ധം കാരണം തന്നെ ആയിരിക്കാം മറ്റുള്ള ലക്ഷദ്വീപിലെ ഐലൻഡുകളൊക്കെ അറക്കൽ കുടുംബത്തിന്റെ ഭാഗമായിട്ട് നിലനിന്നത്. പക്ഷേ പിന്നീടുള്ള വർഷങ്ങളിൽ ബ്രിട്ടീഷുകാർ അവരിൽ നിന്നും വലിയ രീതിയിലുള്ള കരമാണ് ആവശ്യപ്പെട്ടത്. ഈ ദ്വീപുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കി വെക്കാം, പക്ഷേ ഓരോ ദ്വീപിനും കൃത്യമായിട്ടുള്ള കരം നിങ്ങൾ അടയ്ക്കണം. പക്ഷേ അത്രയും ഭീമമായിട്ടുള്ള ഒരു തുക അടയ്ക്കാൻ അറക്കൽ കുടുംബത്തിന് സാധിക്കുമായിരുന്നില്ല. അതിനെ തുടർന്ന് 1908 ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകൾ കൂടി ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുമ്പോൾ ലക്ഷദ്വീപിനും സ്വാതന്ത്ര്യം ലഭ്യമായി. ലക്ഷദ്വീപും ഇന്ത്യയുടെ ഒരു യൂണിയന്റെ ഭാഗമായിട്ട് മാറുകയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ ഇത് മദ്രാസിന്റെ കീഴിൽ വരുന്ന ഒരു പ്രദേശമായിരുന്നു. എന്നാൽ 1956 അതിന് മാറ്റമുണ്ടായി.
സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിലൂടെ ലക്ഷദ്വീപിന്റെ ഭാഗമായിട്ടുള്ള ദ്വീപുകളൊക്കെ തന്നെയും യൂണിയൻ ടെറിട്ടറികൾ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ട് മാറി. പക്ഷേ ആ കാലഘട്ടത്തിൽ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ഇല്ല. ലക്ഷദ്വീപ് ഉണ്ടാകുന്നത് 1973 നവംബർ മാസം 1-ാം തീയതിയാണ്. അതായത് കേരളപ്പിറവിയുടെ ദിവസമാണ് ലക്ഷദ്വീപ് ഉണ്ടായത്. ലക്ഷദ്വീപ് പിറന്നതും കേരളപ്പിറവിയുടെ അതേ ദിവസമാണ്. പക്ഷേ വർഷങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. 1964 വരെ ഈ ലക്ഷദ്വീപ് ദ്വീപുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ തലസ്ഥാനം ലക്ഷദ്വീപിലായിരുന്നില്ല, അത് കോഴിക്കോടായിരുന്നു. 1964 ശേഷമാണ് അത് മാറ്റി ലക്ഷദ്വീപിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കവരത്തി ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റിയത്. കേരളത്തിൽ ഉയർന്ന ലിറ്ററസി റേറ്റ് ഉള്ളതുപോലെ തന്നെ ലക്ഷദ്വീപിനും ഉയർന്ന ലിറ്ററസി റേറ്റ് തന്നെയാണുള്ളത്. 2011 സെൻസസ് അനുസരിച്ച് 92% ആളുകൾക്കും എഴുതാനും വായിക്കാനും അറിയാം. 2011 തന്നെ സെൻസസ് അനുസരിച്ച് ലക്ഷദ്വീപിലുള്ള മൊത്തം ആളുകൾ 96% മുസ്ലിംസ് ആണ്. 2.7% ഹിന്ദുക്കളുണ്ട്. 0.5% ക്രിസ്ത്യാനികളുടെ സ്ഥാനം. 2019 ദ പീപ്പിളിംഗ് ഓഫ് ലക്ഷദ്വീപ് ആർക്കിപ്പിലാഗോ എന്ന പേരിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തിരുന്നു. ലക്ഷദ്വീപിലുള്ള ആളുകളുടെ DNA കളക്ട് ചെയ്ത് നടത്തിയ ജനിതക പഠനമായിരുന്നു ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. 2 തരത്തിലുള്ള പഠനങ്ങൾ നടത്തി. അതിലെ ഒരു ലെവൽ പഠനത്തിൽ 8 ദ്വീപുകളിൽ നിന്നുള്ള 557 വ്യക്തികളുടെ DNA ശേഖരിച്ചാണ് പഠനം നടത്തിയത്. ഇത് മൈറ്റോകോൺഡ്രിയൽ DNA പഠനമാണ്. ഈ പഠനത്തിലൂടെ അവരുടെ പൂർവികരുടെ മാതാവ് ഏത് പ്രദേശത്തു നിന്നുള്ള ആളാണെന്ന് അല്ലെങ്കിൽ ഏത് എത്നിക് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ പൂർവ്വ പിതാക്കന്മാർ ഏത് ഭൂഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി Y ക്രോമസോം മാർക്കർ പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അതാണ് 2ാം ലെവലിൽ നടത്തിയിട്ടുള്ള DNA പഠനം. ഇതിനുവേണ്ടി 166 ഇൻഡിവിജ്വൽസിന്റെ സാമ്പിളുകളാണ് ശേഖരിച്ചത്. ഈ പഠന ഫലം വരുന്നതിന് മുൻപ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കേരളക്കരയിലുള്ള ആളുകളുടെ അതേ എത്നിക് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ലക്ഷദ്വീപ് നിവാസികൾ എന്നാണ്. പക്ഷേ ഇവർക്ക് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് കേരളത്തിലുള്ള ആളുകളുമായിട്ടല്ല, മറിച്ച് ശ്രീലങ്കയിലും മാൽദീവ്സിലുമുള്ള ആളുകളുമായിട്ടാണ്. മലയാളികളുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള റിസംബ്ലൻസ് ഉള്ളത്, DNA-യിൽ റിസംബ്ലൻസ് ഉള്ളത് ലക്ഷദ്വീപും മാൽദീവ്സുമായിട്ടാണ്. ഇവരുടെ പൂർവ്വ മാതാവ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള സ്ത്രീകളാണ്. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളുകൾ ലക്ഷദ്വീപിലേക്കും ശ്രീലങ്കയിലേക്കും മാൽദീവ്സിലേക്കും വന്ന് താമസിച്ചതായിരിക്കണം. നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കുന്ന ആളുകളല്ല. അത്തരത്തിലുള്ള ട്രാവലേഴ്സ് ഉണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ട്രേഡേഴ്സ് സഞ്ചരിക്കുന്ന കപ്പലുകളിൽ ഉണ്ടായിരുന്നവരെല്ലാം പുരുഷന്മാരായിരുന്നു. സ്ത്രീകൾ വളരെ വളരെ വിരളമായിട്ട് മാത്രമാണ് ഇപ്രകാരം യാത്ര ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾ ഒരു ഭാഗത്തേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പല തലമുറകൾ ആ പ്രദേശത്ത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അവരുടെ പുരുഷന്മാർ പല രാജ്യങ്ങളിൽ ട്രേഡിന്റെ ഒക്കെ ഭാഗമായിട്ട് പോയിട്ടുണ്ടാകും. സ്ത്രീകൾ ആ പ്രദേശത്ത് തന്നെ ആയിരിക്കും. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ശ്രീലങ്കയിലും മാൽദീവ്സിലും അതുപോലെ ലക്ഷദ്വീപിലും ഒക്കെ എത്തിച്ചേർന്ന സ്ത്രീകൾ അത് മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള സ്ത്രീകളാണ്. മലയാളികളെന്ന് നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല, കാരണം ആ കാലഘട്ടത്തിൽ മലയാളം എന്ന ഭാഷ പോലും ഉണ്ടായിരിക്കില്ല. സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾ ഈ പറയുന്ന ദ്വീപുകളിലൊക്കെ എത്തിച്ചേർന്നു. അവരുടെ തലമുറകൾ പിന്നീട് അവിടെ ധാരാളമായി ഉണ്ടായി വന്നു. ഈ ഭൂഭാഗത്തേക്ക് വ്യാപാരത്തിന്റെയും മറ്റും ആവശ്യമായിട്ട് പല പുരുഷന്മാരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിൽ നിന്നും ഈ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെയാണ് ഈ ദ്വീപുകൾ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഈ ശാസ്ത്ര പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷദ്വീപിലുള്ള ആളുകളുടെ DNA-യിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നും മാൽദീവ്സിൽ നിന്നുമുള്ള പുരുഷന്മാരുടെ Y ക്രോമസോം മാർക്കേഴ്സിന്റെ സാന്നിധ്യമുണ്ട്. അതിന്റെ അർത്ഥം ലക്ഷദ്വീപിലുള്ള ആളുകൾ എല്ലാവരും ഈ നോർത്ത് ഇന്ത്യൻസിന്റെയും അതുപോലെ മാൽദീവ്സിൽ നിന്നുള്ള പുരുഷന്മാരുടെയും അടുത്ത തലമുറയാണെന്നല്ല, നല്ലൊരു ശതമാനം അപ്രകാരം ഉണ്ടെന്നാണ്. അല്ലാതെ സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള പുരുഷന്മാരുടെ കുട്ടികളും ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്. അറേബ്യയിലെ പുരുഷന്മാരുടെ Y ക്രോമസോം മാർക്കേഴ്സിന്റെ സാന്നിധ്യം ലക്ഷദ്വീപിലെ നിവാസികളുടെ DNA-യിൽ വളരെ വളരെ കുറഞ്ഞ ശതമാനത്തിൽ മാത്രമേ ഉള്ളൂ. മുൻപ് ഞാൻ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ ജനിതക പഠനത്തെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിരുന്നത് കേരളത്തിലെ മുസ്ലിംസിന്റെ DNA-യിൽ
നല്ലൊരു ശതമാനം അറേബ്യയിലെ വൈ ക്രോമസോം മാർക്കേഴ്സ് ഉണ്ടെന്നാണ്. അതായത് അറേബ്യൻ പുരുഷന്മാരുടെ സാന്നിധ്യം ഉണ്ടെന്നാണ്. പക്ഷേ അതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ലക്ഷദ്വീപിലെ ആളുകളുടെ DNA അടങ്ങിയിരിക്കുന്ന അറേബ്യയിലെ വൈ ക്രോമസോം മാർക്കേഴ്സ്. ഈ ജനിതക പഠനത്തിൽ 8 ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള DNA ആണ് ഉപയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ ദ്വീപുകളുടെയും അടിസ്ഥാനത്തിലുള്ള ജനിതക പഠന റിപ്പോർട്ടും ഈ ഒരു പേപ്പറിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിനിക്കോയ് ദ്വീപിലുള്ള ആളുകളുടെ DNA കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണെന്നാണ്. അവരുടെ DNAയിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് വെസ്റ്റേൺ യൂറേഷ്യയിലുള്ള ആളുകളുടെ വൈ ക്രോമസോം മാർക്കേഴ്സ് ആണ്. വെസ്റ്റേൺ യൂറേഷ്യൻ എന്ന് പറയുമ്പോൾ പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളും പാശ്ചാത്യ ഏഷ്യൻ രാജ്യങ്ങളുമാണ്. ആ പാശ്ചാത്യ ഏഷ്യൻ രാജ്യങ്ങളിൽ അറേബ്യൻ രാജ്യങ്ങളും പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മിനിക്കോയിലുള്ള ആളുകളിൽ യൂറോപ്യൻസിൻ്റെയും അതുപോലെ തന്നെ ഈ അറേബ്യൻസിൻ്റെയും DNA സാന്നിധ്യമുണ്ട്. പക്ഷേ മറ്റ് ദ്വീപുകൾ അതിൽ നിന്നൊക്കെ കുറേ കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു DNA പാറ്റേൺ ആണ് കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന ആ മെമ്മറി കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പരിശോധിക്കുക.